ഹലോ വെൽക്കം ടു എമിസ് ഫാം. 7th സ്റ്റാൻഡേർഡിൻ്റെ മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ ഹാഫ് പോർഷൻസ് ഓഫ് പ്രോബ്ലംസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇംഗ്ലീഷും നിങ്ങളുടെ സബ്ജക്ട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് നമ്മുടെ മുകളിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റിൽ നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാ പോർഷൻസും നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിനായിട്ട് നിങ്ങളുടെ പോർഷൻസ് എത്രയൊക്കെ ആയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രാക്ഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്, ഭിന്നസംഖ്യകൾ. നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്ത് പോകാറുള്ളത്, കാരണം ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളും മനസ്സിലായിട്ട് പോകും. അപ്പോൾ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ട ആവശ്യമുള്ളൂ, അത് നമ്മൾ നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ചുവടെ പറയുന്ന കണക്കുകളിലെല്ലാം ഉത്തരം മനക്കണക്കായി കണ്ടുപിടിക്കുക. ഓരോന്നും മടങ്ങുകളായും സംഖ്യകളായും ഗുണനക്രിയയായും എഴുതുക. ഡു ദ ഫോളോയിങ് പ്രോബ്ലംസ് മെൻ്റലി. റൈറ്റ് ഈച്ച് ഓഫ് ഹൗ മെനി ടൈംസ് ആൻഡ് ആൽസോ ഇറ്റ്സ് എ പ്രൊഡക്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണ്? 4 കഷ്ണങ്ങളുടെ ഭാരമോ 6 കഷ്ണമായാലോ? ഈച്ച് പീസ് ഓഫ് എ പംകിൻ വെയ്റ്റ് എ 1/4 കിലോഗ്രാം. വാട്ട് ഇസ് ദ വെയ്റ്റ് ഓഫ് 2 പീസ് ടുഗദർ? വാട്ട് ഇസ് ദ വെയ്റ്റ് ഓഫ് 4 സച്ച് പീസസ് ആൻഡ് 6 പീസസ്? അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് കാണേണ്ടത് ഈച്ച് പീസ് ഓഫ് എ പംകിൻ, ഓരോ പീസിനും 1/4 ഭാഗമാണ് വെയിറ്റ് ഉള്ളത്, 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ 2 പീസിന് എത്രയാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1/4 × 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 4 പീസിന് എത്രയാണ്, 6 പീസിന് എത്രയാണ്? സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് ആണ് കേട്ടോ. ഒരു പീസിന് 1/4 അല്ലെങ്കിൽ 1/4 കിലോഗ്രാം ക്വാർട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു 1/4 ആണ്. ഈ 1/4നെ നമ്മളെങ്ങനെ കാണിക്കുക? ഇത് 1, ഇതെന്താ അര ഹാഫാക്കി. ഇതിനെ 4 ആക്കുമ്പോഴാണ് ഒരു ഭാഗം 1/4 ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഓരോ ഭാഗങ്ങളും 1/4 ആണ് വരുന്നത്. 4 ഭാഗം ടോട്ടൽ ഉണ്ട്, അതിൽ ഒരു ഭാഗം എന്ന് കാണിക്കാം. അങ്ങനെയാണെങ്കിൽ 2 പീസിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 1/4 × 2 ചെയ്യുക. അപ്പോൾ നമുക്ക് 2/4 കിട്ടും. 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2ഉം 4ഉം പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 2ൻ്റെ ടേബിളിൽ പോകും. എത്ര വട്ടം? 2 1 ടൈം. 4 എത്ര വട്ടം? 2 ടൈം. അങ്ങനെ 1/2 കിട്ടി. ഓക്കെ, ഇനി 4 ഭാഗമാണെങ്കിൽ 4 കഷ്ണം ഉണ്ടെങ്കിൽ എന്താ പറയുക? 1/4 × 4. 1/4 × 4 4/4. 4/4 എത്രയാണ്? 1 1 കിലോഗ്രാം. ഇനി വെയിറ്റ് ഓഫ് 6 പീസ് ആണെങ്കിലോ 1/4 × 6, അപ്പോൾ 6/4 വരും. ഇനി അതും നിങ്ങൾ നോക്കുക, എന്താണോ ഒന്ന് ചെറുതാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഈ 2 നമ്പറും 6ഉം 4ഉം പോകുന്ന ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ? ഉണ്ട്, 2ൻ്റെ ടേബിളിൽ പോവും. എത്ര ടൈം? 4 2 ടൈംസ് 6, 6 3 വട്ടം പോവും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. വെട്ടി ചുരുക്കി നമ്മൾ എഴുതിയേക്കാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 നമ്പേഴ്സും ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോവുകയാണെങ്കിൽ നമുക്കതിങ്ങനെ ചെറുതാക്കി എഴുതാം. അപ്പോൾ 3/2 എന്ന് എഴുതി. ഇനി നമ്മളിപ്പോൾ ഇത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കുകയാണ് കേട്ടോ. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിശ്ര ഭിന്നത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അങ്ങനെ നമുക്ക് എഴുതണം. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 3 മുകളിൽ എഴുതിയ നമ്പർ എപ്പോഴും ഡിവിഷൻ ചെയ്യുമ്പോൾ ഉള്ളിൽ എഴുതുക. /2. 2ൻ്റെ ടേബിളിൽ 3 പോവും. 3 പോവില്ല, പക്ഷെ അതിന് താഴെയുള്ള 2 തന്നെ പോവും. എത്ര ടൈം? 1/2. 1 2 × 1 2. 3ന്ന് 2 പോയി കഴിഞ്ഞാൽ 1. അപ്പോൾ ഇനി നമ്മളിത് എങ്ങനെ എഴുതാമെന്നറിയോ? ഈ മുകളിലുള്ളത് ആദ്യം എടുത്ത് എഴുതണം 1, പിന്നെ താഴെയുള്ളത് 1/, ഇവിടെ എന്താണുള്ളത് അതെടുത്ത് എഴുതുക. 1 1/2. ക്ലിയർ ആയോ? ആദ്യം നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മുകളിലുള്ളത് ആദ്യം എഴുതണം. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് 1, പിന്നെ താഴെയുള്ളത് എഴുതുക 1/, എന്ന് പറഞ്ഞിട്ട് പുറത്തുള്ളത് എഴുതുക. ഓക്കെ, 2 കിലോഗ്രാം. ഇങ്ങനെ നമ്മൾ എഴുതും. ഇനി നമുക്ക് വീണ്ടും മാറ്റാൻ പറ്റും കേട്ടോ. പഴയ നമ്പറിലേക്ക് തന്നെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ എന്താ ചെയ്യാമെന്നറിയോ? ഇത് നമ്മൾ മാറ്റുമ്പോൾ 1 1/2 എന്നുള്ളത് മാറ്റുമ്പോൾ 1 × 2 ചെയ്യാം. 1 × 2 + 1. 1 × 2 ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ഈ 1 കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1 × 2 2 + 1 3 ആണ്. 3. ഇനി താഴെ ഏത് നമ്പറാണോ അതെടുത്ത് എഴുതുക. 3/2. അത് തന്നെ കിട്ടിയില്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റാണ്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ? ഈ നമ്പർ ഇൻറ്റു താഴത്തെ നമ്പർ, അതേ പ്ലസ് മുകളിലത്തെ നമ്പർ ബൈ താഴെ എന്താണോ അത്. അങ്ങനെ ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കപ്പിൽ 1/3 ലിറ്റർ പാൽ നിറയ്ക്കാം. 2 കപ്പിൽ ആകെ എത്ര ലിറ്റർ നിറയ്ക്കാം? 4 കപ്പിലോ? അപ്പോൾ വി ക്യാൻ ഫിൽ കപ്പ് വിത്ത് 1/3 ഓഫ് എ ലിറ്റർ ഓഫ് മിൽക്ക്. ഒരു കപ്പിലെ എത്രയാണ്? 1/3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/3. ഹൗ മച്ച് മിൽക്ക് ഈസ് നീഡഡ് ടു ഫിൽ 2 കപ്സ്? അങ്ങനെയാണെങ്കിൽ 2 കപ്പിൽ എത്രയായിരിക്കും? 2 × 1/3. അങ്ങനെയാണെങ്കിൽ 4 കപ്പിൽ 4 × 1/3. നോക്കാം. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 1 കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പിൽ 1/3 ലിറ്റർ ആണ്. അപ്പോൾ 2 കപ്പിൽ
2 × 1/3. ഈ 1/3 എന്ന് പറയുമ്പോൾ 3 എന്ന് പറയുന്നത് താഴെ എഴുതുക, 3/1 എന്ന് പറയുമ്പോൾ 1/3 അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അത് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നോക്കിക്കോളോ, എന്നാലേ നിങ്ങൾക്ക് ഈ നമ്പേഴ്സ് എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് അറിയുള്ളൂ. 2 × 1/3 2 കപ്പിൽ കാണണമെങ്കിൽ അപ്പം നമുക്ക് 2/3 ലിറ്റർ. 4 കപ്പിലാണെങ്കിൽ 4 × 1/3 4/3 ലിറ്റർ. അത് നമുക്ക് എന്ത് വേണം, മിക്സഡ് ഫ്രാക്ഷനിലേക്ക്, മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ 4 അകത്ത് എഴുതി 3 ഉള്ളിൽ ഇവിടെ പുറത്ത് എഴുതുക. 3ൻ്റെ ടേബിളിൽ 4 പോവില്ല, പക്ഷെ തൊട്ട് താഴത്തെ നമ്പർ 3 തന്നെ പോകും. 1 × 3 3 ആണ്. ഇവിടെ 1 കിട്ടി. എങ്ങനെ എഴുതാൻ പറഞ്ഞ ആദ്യം മുകളിലത്തെ നമ്പർ എഴുതണം, പിന്നെ താഴത്തെ നമ്പർ ബൈ പുറത്ത് എന്താണോ അത്. 1/3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. 3/4 മീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം നാടയുടെ ആകെ നീളം എത്ര മീറ്റർ ആണ്? 5 കഷ്ണമായാലോ? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസ് ഓഫ് റിബൺ, ഈച്ച് ഓഫ് ലെങ്ത് 3/4 ഓഫ് എ മീറ്റർ? വാട്ട് അബൌട്ട് 5 പീസസ്? അപ്പോൾ ഓരോന്നിൻ്റെയും ലെങ്ത് 3/4 പോർഷൻ ആണ്. ഓക്കെ, ഒരു മീറ്ററിൻ്റെ 3/4 പോർഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ആ റിബണിൻ്റെ, നാടാന്ന് വെച്ചാൽ ആ റിബണിൻ്റെ എത്രയായിരിക്കും? 5 പീസിനാണെങ്കിൽ എത്രയായിരിക്കും? ഇതാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ലെങ്ത് ഓഫ് 1 പീസ്, ഒരു കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു 3/4 മുക്കാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3/4 മീറ്റർ എന്ന് എഴുതി. ഇനി 4 പീസസ് ആണെങ്കിൽ നമ്മൾ എന്താ എഴുതുക? 4 × 3/4 ഈക്വൽ ടു 4 × 3 എത്ര? 12 ആണ്. 12/4 ഈക്വൽ ടു 3 മീറ്റർ ആണ് നമുക്ക് വരുന്നത്. 12/4 4ൻ്റെ ടേബിളിൽ പോവില്ലേ, അപ്പോൾ അത് എത്ര വട്ടം? 3 മീറ്റർ. ഇനി 5 പീസ് ആണെങ്കിൽ 5 × 3/4, അപ്പോൾ എത്ര വരിക? 15/4 15/4 ആണ്. നമുക്കത് മാറ്റി എഴുതിക്കൂടെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിലേക്ക്? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3/4 ആണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ആൻസർ ആദ്യം എഴുതുക, പിന്നെ താഴെയുള്ള നമ്പർ എഴുതുക, അതിന് താഴെ പുറമെയുള്ള നമ്പർ എഴുതുക. 3/4 മീറ്റർ എന്ന് കിട്ടി നമുക്ക്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇറ്റ് ടേക്സ് 1/4 ഹവർ ടു വാക്ക് അറൗണ്ട് എ പ്ലേ ഗ്രൗണ്ട് വൺസ്. ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ 1/4 എന്ന് പറഞ്ഞാൽ 1/4 മണിക്കൂർ സമയം വേണം. ക്വാർട്ടർ എന്നും നമുക്ക് പറയാം കേട്ടോ 1/4നെ. ഇതേ വേഗത്തിൽ 4 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം? അപ്പോൾ ഈ ഒരു ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു വാക്ക് 4 ടൈംസ് അറൗണ്ട് അറ്റ് ദിസ് സ്പീഡ്, ഈ ഒരു സ്പീഡിൽ തന്നെ ഈ ഒരു 1/4 ഹവർ കൊണ്ട് നടന്നില്ല, അതുപോലെ തന്നെ 4 വട്ടം നടക്കണമെങ്കിൽ എത്ര സമയം? 7 വട്ടം നടക്കണമെങ്കിൽ എത്ര സമയം? എളുപ്പമാണല്ലോ. 1/4 × 4ഉം 1/4 × 7ഉം ചെയ്താൽ മതി. ടൈം ടേക്കൺ ടു വാക്ക് അറൗണ്ട് പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ എടുത്ത സമയം 1/4 ഹവർ, 1/4 ഹവർ. 4 വട്ടമാണെങ്കിൽ 4 ടൈംസ് ആണെങ്കിൽ 4 വട്ടം എന്ന് മലയാളം എഴുതുക കേട്ടോ മലയാളം മീഡിയക്കാർ. 4 × 1/4 ഈക്വൽ ടു 4 × 1/4 എത്രയാണ്? ഈ 4 × 1 എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ താഴെയുള്ള 4 എടുത്ത് എഴുതുക. 4/4 ഈക്വൽ ടു 1 ഹവർ ആണ്. 4ഉം 4ഉം 4ൻ്റെ ടേബിളിൽ പോവില്ലേ, അങ്ങനെ. പിന്നെ 7 വട്ടാണെങ്കിൽ നമ്മൾ എന്താ എഴുതുക? 7 × 1/4. അപ്പോൾ 7/4. 7/4 എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4ൻ്റെ ടേബിളിൽ 7 പോവോ? ഇല്ല, 8 പോവും. പക്ഷെ അത് 7 കഴിഞ്ഞു. അപ്പോൾ 7ൻ്റെ താഴെയുള്ള നമ്പർ വേണം എടുക്കാനായിട്ട്. 4ൻ്റെ ടേബിളിൽ അപ്പോൾ 4 തന്നെയാണ്. അപ്പോൾ 1 എഴുതി. 1 × 4 4 ടൈംസ് ആണ്. അത് നമ്മളിവിടെ താഴെ ഇറക്കി എഴുതിച്ചു. ഇനി 7 4 പോയി കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ ആദ്യം മുകളിലത്തെ നമ്പർ എഴുതുക 1, പിന്നെ താഴത്തെ നമ്പർ എഴുതുക 3, പിന്നെ പുറത്തത്തെ നമ്പർ എഴുതുക 4. 3/4 ഹവേഴ്സ് ആണ് എടുക്കുക. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. ദ വെയിറ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക് ഈസ് 1/4 കിലോഗ്രാം. ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 1/4 കിലോഗ്രാം ആണ്, എന്ന് പറഞ്ഞാൽ 1/4 കിലോഗ്രാം. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് സച്ച് 15 ബ്ലോക്ക്? 15 കട്ടകളുള്ള മൊത്തം ഭാരം എത്ര കിലോഗ്രാം ആയിരിക്കും? അത് കഴിഞ്ഞിട്ട് 16 കട്ടകളുടെയും കാണണം. 1/4 × 15ഉം 1/4 × 16ഉം കാണുക, അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക്, ഇരുമ്പ് കട്ടയുടെ ഭാരം. ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് 1/4 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് 15 അയൺ ബ്ലോക്ക്, 15 ഇരുമ്പ് കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് 15 × 1/4 ആണ്. അപ്പോൾ നമുക്ക് 15/4 കിട്ടും. നമ്മൾ എന്ത് വേണം? ഡിവൈഡ് ചെയ്യുന്നത് എന്തിനാ? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, മിശ്ര ഭിന്നത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചെയ്യണം ഈ കണക്കിൽ. അപ്പോൾ 15/3 അല്ല 4 നമ്മൾ എഴുതുക. 4ൻ്റെ ടേബിളിൽ 15 പോവോ? ഇല്ല, 16 പോവും. പക്ഷെ അത് 15 കഴിഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അതിന് താഴെ 4, 8, 12 ഉണ്ട്. എത്ര വട്ടം? 3 വട്ടം. 3 × 4 12. 15 12 പോയാൽ 3 ആണ് കിട്ടുക. അപ്പോൾ ആദ്യം 3 എഴുതുക,
പിന്നെ 3 എഴുതുക, പിന്നെ പുറത്തുള്ള നമ്പർ 4 എഴുതുക. 3/4 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 3/4 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ 16 ബ്ലോക്ക് ആണെങ്കിൽ ഇതുപോലെ തന്നെ 16 × 1/4 ചെയ്യുമ്പോൾ 16 × 1/4 ചെയ്യുമ്പോൾ 16 × 1 16 തന്നെ /4 ഇതുപോലെ എഴുതി വെച്ചു. ഇനി 4ൻ്റെ ടേബിളിൽ 16 പോവില്ലേ? പോകും. എത്ര വട്ടം? 4 വട്ടം പോകും. അപ്പം 4ൻ്റെ ടേബിളിൽ 4 ഒരു വട്ടം, 16 എത്ര വട്ടം? 4 വട്ടം. 4/1 എന്ന് പറഞ്ഞാൽ 4. അപ്പം 4 കിലോഗ്രാം ആണ് ഉള്ളത്. ക്ലിയർ ആയില്ലേ? ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും ഒരേ നീളമുള്ള 5 ഭാഗങ്ങളാക്കി മുറിച്ചു. Some 2 meters long rods are cut into 5 pieces of equal length. What is the length of each piece? അങ്ങനെയാണെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര മീറ്റർ ആണ്? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസസ്? 4 കഷ്ണങ്ങളുടെ നീളം എത്രയാണ്? പിന്നെ 10 കഷ്ണങ്ങൾ. അപ്പോൾ 2 മീറ്റർ ലോങ് റോഡ്, ഒരു 2 മീറ്റർ ഉള്ള കമ്പിയാണ് എന്ത് ചെയ്യുന്നത്? ഓരോന്നും 5 ഒരേ നീളമുള്ള 5 ഭാഗങ്ങളാക്കി മാറ്റിയത്. ലെങ്ത് ഓഫ് ഈച്ച് പീസ്, ഓരോ കഷ്ണത്തിൻ്റെയും നീളം ആദ്യം കാണണം. 2 മീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് ഉണ്ടായിരുന്നത്. അത് 5 തുല്യ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്ത കാരണം നമ്മൾ 2/5 മീറ്റർ എന്ന് എഴുതി ഒരു ഭാഗത്തിന് കേട്ടോ. ടോട്ടൽ 2 മീറ്റർ ആയിരുന്നു, 5 തുല്യ ഭാഗങ്ങളാക്കി. അപ്പോൾ അതിൽ 1 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ അല്ല, അതിൻ്റെ ഒരു ലെങ്ത്ത്, ഒരു ഭാഗത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2/5 മീറ്റർ. ലെങ്ത് ഓഫ് 4 പീസ്, 4 കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് 2/5 ആണെങ്കിൽ 4 എണ്ണത്തിന് 4 × 2/5. അപ്പോൾ 4 × 2 8/5 കിട്ടും. നമ്മളത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കുക, അഥവാ മിശ്ര ഭിന്നത്തിലേക്ക് ആക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 8 ഉള്ളിൽ എഴുതി, 5 പുറമെ എഴുതി. 5ൻ്റെ ടേബിളിൽ 8 പോവില്ല, 10 പോവും. പക്ഷേ 8 കഴിഞ്ഞു. അപ്പോൾ അതിന് താഴെ 5 തന്നെയാണ് വരുന്നത്. 1 × 5 5, ഇവിടെ 3 കിട്ടും. ഈ 1 ആദ്യം എഴുതുക, പിന്നെ 3 എഴുതുക. 3യുടെ താഴെയായിട്ട് പുറമേയുള്ള നമ്പർ 5 എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3/5 ആണ് കിട്ടുക. 3/5 മീറ്റർ. ഇനി 10 പീസിനാണെങ്കിൽ 10 × 2/5, 10 × 2 20, 20/5 എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആണ് കിട്ടുക. കാരണം 5ൻ്റെ ടേബിളിൽ 20 പോവും. എത്ര വട്ടം പോവാം? 4 വട്ടം. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, 5 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 6 ബോട്ടിൽ ഓഫ് ദ സെയിം സൈസ്. 5 ലിറ്റർ പാല് ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ടാകും? ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ 3 ബോട്ടിൽ ടുഗദർ ഇൻ 4 ബോട്ടിൽ. അപ്പോൾ ആദ്യം ഒരെണ്ണത്തിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡസ് ഈച്ച് ബോട്ടിൽ ഹോൾഡ്, ഓരോ ബോട്ടിലിൽ എത്രയാണെന്ന് എഴുതണം. പിന്നെ 3 കുപ്പികളിൽ, പിന്നെ 4 കുപ്പികളിൽ 5 ലിറ്റർ പാലാണ്. നേരത്തെ നമ്മൾ 2 മീറ്ററിൻ്റെ ഒരു ലെങ്ത്തുള്ള റോഡ് എന്ന് പറയുന്നത് 5 കഷ്ണങ്ങളാക്കി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2/5 എഴുതി. ഇവിടെ 5 ലിറ്റർ പാല് ഒരേപോലെയുള്ള 6 കുപ്പികളിൽ എന്ന് പറഞ്ഞാൽ 5/6 ആണ് ഒരു കുപ്പിയിൽ ഉണ്ടായിരിക്കുക. 3 കുപ്പിയിൽ 5/6 × 3, അതുപോലെ 4 ചെയ്യാം. നോക്കാം. 1 ബോട്ടിൽ, ഒരു കുപ്പിയിൽ 5/6 നമ്മൾ പറഞ്ഞു. എന്താണ്? 5 ലിറ്റർ ആണ് പാല്, 6 ബോട്ടിലാക്കണു എന്ന് പറയുമ്പോൾ 5/6 ലിറ്റർ എന്ന് നമ്മൾ എഴുതും. 3 ബോട്ടിൽ, 3 കുപ്പിയിലാണെങ്കിൽ 3 × 5/6. കാരണം ഒരു കുപ്പിയിൽ 5/6 ആണെങ്കിൽ 3 കുപ്പിയിൽ 3 × 5/6 15/6 കിട്ടും. നമ്മളത് മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്ര ഭിന്നത്തിലേക്ക് ആക്കുമ്പോൾ നമ്മളത് ഡിവൈഡ് ചെയ്തു. നമുക്ക് എത്ര കിട്ടും? ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. നമുക്ക് കിട്ടുന്നത് 2 3/6 ആണ് കിട്ടുക. അതിനെ നമ്മൾ ഒരു നമ്പറിനെ മാക്സിമം ചെറുതാക്കാൻ പറ്റാവുന്ന രീതിയിൽ ചെറുതാക്കണം. ഇവിടെ നമുക്ക് ഈ 3/6നെ ചെറുതാക്കാൻ പറ്റും. കാരണം 3യും 6ഉം 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോവും. 3 എത്ര വട്ടം പോവുക? 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഒരു വട്ടം. 6 എത്ര വട്ടം പോവുക? 2 വട്ടം. 3 × 2 അല്ല 6. അപ്പോൾ നമ്മൾ 2 3/6 എന്നുള്ളത് 2 1/2 ലിറ്റർ എന്ന് എഴുതി. 2 3/6 എന്ന് എഴുതിയാലും കറക്റ്റാണ്. പക്ഷെ ചില എക്സാമിനൊക്കെ ഇങ്ങനെ അവർ നോക്കും, ഇങ്ങനെ കറക്റ്റായിട്ട് എഴുതിയിട്ടില്ലേന്ന്. അപ്പോൾ 2 1/2 ലിറ്റർ എന്ന് നിങ്ങൾ എഴുതണം കേട്ടോ. ഇനി 4 ബോട്ടിലാണെങ്കിൽ 4 × 5/6 = 20/6 കിട്ടും. അതും നമ്മൾ ഇതുപോലെ കൺവേർട്ട് ചെയ്യാം മിക്സഡ് ഫ്രാക്ഷനിലേക്ക്. അപ്പോൾ നമുക്ക് 3 2/6 കിട്ടും. 2ഉം 6ഉം ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോകുമെന്ന് നോക്കുക. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ പോവും. എത്ര വട്ടം 2 പോവും? 1 ടൈം. 1 × 2 2 ആണ്. 6 പോകണമെങ്കിൽ 2 × 3, 2 × 3 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1/3. 3 1/3 ലിറ്റർ ആണ് അടുത്ത ആൻസർ കിട്ടുക. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് സെക്ഷൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 9 ലിറ്റർ പാൽ 3 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും? 4 പേർക്കാണ് വീതിക്കുന്നതെങ്കിലോ? 9 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി അമംഗ് 3 ചിൽഡ്രൻ. ഹൗ മെനി ലിറ്റേഴ്സ് വിൽ ഈച്ച് ഗെറ്റ്? ഈച്ച് ഗെറ്റ് എന്ന് വെച്ചാൽ ഒരാൾക്ക് എത്ര കിട്ടും? വാട്ട് ഇഫ് ദർ ആർ 4 ചിൽഡ്രൻ? 4 കുട്ടികളുണ്ടെങ്കിലോ? അപ്പോൾ 9 ലിറ്റർ മിൽക്കാണ് ഡിവൈഡ് ചെയ്യുന്നത് 3 കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? 9/3. ഹൗ മെനി ലിറ്റേഴ്സ് വിൽ ഈച്ച് ഗെറ്റ്? 9/3 ആയിരിക്കും. ഇനി 4 കുട്ടികൾക്കാണെങ്കിൽ 9/4. ടോട്ടൽ മിൽക്ക്, ആകെയുള്ള പാൽ എന്ന് പറയുന്നത് 9 ലിറ്റർ ആണ്.
നമ്പർ ഓഫ് ചിൽഡ്രൻസ്, കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആദ്യം 3 ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഈച്ച് ഗെറ്റ്, ഓരോ കുട്ടിക്കും കിട്ടുന്ന പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് അപ്പോൾ 9 ലിറ്റർ ടോട്ടൽ 3 ആൾക്ക് കൊടുക്കണം. 9/3 ഈക്വൽ ടു നമുക്ക് അതിനെ ചെറുതാക്കി കൂടെ 3ഉം 9ഉം 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 3ൻ്റെ ഗുണന പട്ടികയിൽ പോവും. 3 എത്ര വട്ടം പോവും? 3 × 1 3. അപ്പോൾ നമ്മളിവിടെ 1 എഴുതി. ഇനി 3ൻ്റെ ടേബിളിൽ 9 പോവും എത്ര വട്ടം? 3 × 3 9 കിട്ടും. അപ്പോൾ ഇവിടെ 3 എഴുതി. 3/1 3/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 എന്നാണ് അർത്ഥം. 3 ലിറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ 3 കുട്ടികൾക്ക് 9 ലിറ്റർ പാല് കൊടുക്കുമ്പോൾ ഒരു കുട്ടിക്ക് 3 ലിറ്റർ കിട്ടും. 4 കുട്ടികളാണെങ്കിലോ 4 ചിൽഡ്രൻ, 4 കുട്ടികളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ മിൽക്ക് 9 ആണ്. 4 കുട്ടികൾക്ക് കൊടുക്കണം, കാരണം 9/4. നമ്മളത് എന്ത് വേണം? ഡിവൈഡ് ചെയ്യണം. അത് മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു മിശ്ര ഭിന്നത്തിലേക്ക് ആക്കണമല്ലോ. അപ്പോൾ 9/4. 4ൻ്റെ ടേബിളിൽ 9 പോവും? ഇല്ല, 8 പോവും. എത്ര വട്ടം? 2 × 4 8. ഇവിടെ 1 കിട്ടും. 2 ആദ്യം എഴുതുക, താഴെയുള്ള നമ്പർ പിന്നെ എഴുതുക, അതിന് താഴെ പുറമുള്ള നമ്പർ എഴുതാം. 2 × 1/4. ക്ലിയർ ആയില്ലേ? ഉത്തരം കിട്ടിയത് കറക്റ്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ 2 × 4 8 + 1 എത്രയാ? 8 + 1 9 ആണ്. ആ 9 ആണല്ലോ നമുക്കുള്ളത്. അതെ. ഇനി ആ 9 താഴെ നിങ്ങൾ എഴുതണം കേട്ടോ, അതെ ഒന്ന് കൺഫ്യൂഷൻ വരും. 2 × 4 8 8 + 1 9 ആണ്. 9 താഴെ എന്താണോ അതും കൂടി എടുത്തെഴുതണം. 9/4. ക്ലിയർ ആയില്ലേ? അതിപ്പോൾ നിങ്ങൾക്ക് എഴുതണ്ട, ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. നമുക്ക് കിട്ടുന്ന ആൻസർ 2 1/4 ലിറ്റർ ആണ്. ഇനി ഇതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 5 സഞ്ചികളിലാക്കി. ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? 4 സഞ്ചികളിലാക്കിയാലോ? 6 kilogram of rice was packed in 5 bags of the same size. How many kilograms of rice in each bag? What if it is packed in 4 bags? ഇതുവരെ ചെയ്ത പോലെ തന്നെ കേട്ടോ. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ്, ആകെ അരിയുടെ അളവ് എന്ന് പറയുന്നത് 6 കിലോഗ്രാം ആണ്. പാക്ഡ് ഇൻ 5 bags, 5 സഞ്ചികളിലാക്കുമ്പോൾ ക്വാണ്ടിറ്റി ഇൻ ഈച്ച് ബാഗ്, ഓരോ സഞ്ചിയിലെയും അളവ് എന്ന് പറയുന്നത് 6/5 ആണ്. ഇതുവരെ നമ്മൾ ചെയ്ത പോലെ നമ്മളത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിലേക്ക് ആക്കുമ്പോൾ 6/5 ചെയ്യുന്നു. 5ൻ്റെ ടേബിളിൽ 6 പോവില്ല, 5 തന്നെ പോവും. എത്ര വട്ടം? 1 ടൈം. 6ന്ന് 5 കുറയ്ക്കുക 1. അപ്പോൾ നമുക്ക് 1/5 കിലോഗ്രാം കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു സഞ്ചിയിൽ 1/5 കിലോഗ്രാം കേട്ടോ. ഇനി നമ്മളോട് 4 സഞ്ചികളിലാണ് ആക്കണമെന്ന് വെച്ചാൽ എത്രയായിരിക്കും? ഇവിടെ നമ്മൾ 5 സഞ്ചികളിലാക്കിയപ്പോൾ 6/5. 4 സഞ്ചികളിലാണെങ്കിൽ 6/4 ചെയ്യുക. 6/4 ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്കിതാ ഡിവൈഡ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. 6 4ൻ്റെതിൽ എഴുതുക. ഈ 4ൻ്റെ ടേബിളിൽ 6 പോവും? ഇല്ല, പക്ഷെ 1 × 4 4 പോവും /2. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എത്രയാണ്? 1 2/4 ആണ് കിട്ടിയിരിക്കുന്ന ആൻസർ. അതിനെ നമുക്കൊന്ന് ചെറുതാക്കാൻ പറ്റും. ഇതുവരെ നമ്മൾ ചെയ്ത പോലെ തന്നെ 1 2/4 എന്ന് പറയുമ്പോൾ 2ഉം 4ഉം 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോവുമല്ലോ. എത്ര വട്ടം പോവും? 2 1 ടൈം. അപ്പോൾ 1 2 ഉള്ളിടത്ത് നമ്മൾ 1 എഴുതുക. 4 2ൻ്റെ ടേബിൾ എത്ര വട്ടം പോവും? 2 ടൈംസ്. അപ്പോൾ 1/2 കിട്ടും. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് വരിക കേട്ടോ. 1/2 ആൻസർ കിട്ടുന്നത് ഇങ്ങനെയാണ് വരിക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ഈ സെക്ഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 7 മീറ്റർ നീളമുള്ള ചരട് 6 സമഭാഗങ്ങളാക്കി ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 3 സമഭാഗങ്ങളാക്കിയാലോ? എ 7 meter ലോങ് സ്ട്രിങ് ഈസ് ഡിവൈഡ് ഇൻ ടു 6 പാർട്ട്. ഓക്കെ, അപ്പോൾ 7/6 കേട്ടോ. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? 7/6. വാട്ട് ഇഫ് ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു 3 ഈക്വൽ പാർട്ട്? അപ്പോൾ 7 മീറ്റർ 3 ഭാഗം ആക്കുകയാണെങ്കിൽ 6 ഭാഗം ആക്കിയപ്പോൾ 7/6 എഴുതി, 3 ഭാഗം ആക്കുകയാണെങ്കിൽ 7/3 എഴുതും. ഓക്കെ, അത് പിന്നെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, മിശ്രഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. നോക്കാം. ലെങ്ത് ഓഫ് ഈച്ച് പീസ്, ഓരോ കഷ്ണത്തിൻ്റെയും നീളം എന്ന് പറയുന്നത് 6 ഭാഗങ്ങളാക്കുമ്പോൾ 7 മീറ്ററാണ് ടോട്ടൽ. 6 ഭാഗങ്ങളാക്കുമ്പോൾ 7/6 മീറ്റർ. അപ്പോൾ നമ്മളതെന്ത് വേണം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കുക. മിശ്രഭിന്നത്തിലേക്ക് ആക്കുമ്പോൾ നമ്മളിത് അവിടെ ഡിവൈഡ് ചെയ്യും. 6ൻ്റെ ടേബിളിൽ 7 പോവില്ല, 6 പോവും. 1 ടൈം /1. അപ്പോൾ 1/6 കിട്ടും. ക്ലിയർ ആയില്ലേ? ആദ്യം മുകളിലത്തെ നമ്പർ എഴുതുക, പിന്നെ ഈ നമ്പർ ഇത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/6 മീറ്റർ. ഇനി 3 പീസ് 3 കഷ്ണങ്ങളാക്കുമ്പോഴോ അതും 7 മീറ്റർ തന്നെയാണ് 3 കഷ്ണങ്ങളാക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്നതാണ് 7/3. അതും നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, 3 7 ചെയ്യുമ്പോൾ 3ൻ്റെ ടേബിളിൽ 7 പോവില്ല, പക്ഷെ 6 പോവും. എത്ര വട്ടം? 2 വട്ടം. അപ്പോൾ ഇവിടെ 1 വന്നു. 2 1/3 ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, 2 1/3 മീറ്റർ. നെക്സ്റ്റ് സെക്ഷൻ. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. ഇതിൽ 3/5 ഭാഗം പെൺകുട്ടികളാണ്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? There are 35 children in a class.
3/5 ഓഫ് ദം ആർ ഗേൾസ്. ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ദ ക്ലാസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 35 ആണ്. നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 3/5, 35 കുട്ടികളിൽ 3/5 ഭാഗമാണ് പെൺകുട്ടികൾ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഓഫൊക്കെ വന്നാലത്തെ അർത്ഥം അവിടെ ഇൻറ്റു എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഗേൾസ് 3/5 ഓഫ് 35, 35ൽ 3/5 ഭാഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇൻറ്റു ആണ് ചെയ്യുക. 3/5 ഓഫ് 35 എന്ന് പറയുമ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 3/5 ഇൻറ്റു 35 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് 5ഉം 35ഉം 5ൻ്റെ ടേബിളിൽ പോവും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ 35 ഇൻറ്റു 3 ആദ്യം ചെയ്തിട്ട് അത് നിങ്ങൾ 5 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ താഴത്തെ നമ്പറും ഈ മുകളിലത്തെ നമ്പറും 5ൻ്റെ ടേബിളിൽ പോകും. ഇങ്ങനെ താഴെ മുകളിലായിട്ട് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. 5 എത്ര വട്ടം പോവും? 1 ടൈം. 35 5ൻ്റെ ടേബിളിൽ എത്ര വട്ടം പോവും? 7 വട്ടം. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി. 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ് അർത്ഥം. ഓക്കെ, ഏത് നമ്പർ ബൈ 1 ചെയ്താലും ആ നമ്പർ തന്നെ കിട്ടുക. 3 ഇൻറ്റു 7 എന്ന് പറയുന്നത് നമുക്ക് 21 ആണ് കിട്ടുക. അപ്പോൾ 21 ഗേൾസ് എന്ന് എഴുതാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് അറിയണില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ശ്രമിക്കുക, മനസ്സിലാവും. അത് 2 നമ്പേഴ്സും പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെട്ടിക്കുറച്ചാൽ അതാണ് ഏറ്റവും എളുപ്പം. ഇല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ? 35 ഇൻറ്റു 3 ചെയ്യുന്നു. ചിലവർക്ക് ഇങ്ങനെ ചെയ്യണതായിരിക്കും ഇഷ്ടം. അങ്ങനെ ചെയ്തോ. 5 ഇൻറ്റു 3 എന്ന് പറയുന്നത് 15, 15 ആണ്. ഒന്ന് ഇവിടെ എഴുതി. 3 ഇൻറ്റു 3 9 ആണ്. 105. 105 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. 105ൻ്റെ ടേബിളിൽ 5 പോകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 105 ഇവിടെ എഴുതി, 5 പുറമെ എഴുതി. ആദ്യം നമ്മൾ 10 എടുത്തു. 5ൻ്റെ ടേബിളിൽ 10 പോകുന്നില്ല. എത്ര വട്ടം? 2 വട്ടം. 2 ഇൻറ്റു 5 10, 0. ഇനി 5 ഇറക്കി എഴുതി. 5ൻ്റെ ടേബിളിൽ 5 പോകുന്നുണ്ടോ? ഉണ്ട്. എത്ര വട്ടം? 1 വട്ടം. 1 ഇൻറ്റു 5 5, 0. നമ്മുടെ ആൻസർ എത്ര കിട്ടി? 21 തന്നെ. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10 കിലോഗ്രാം അരി 8 സഞ്ചികളിൽ ഒരേപോലെ നിറച്ചു. അതിൽ 3 സഞ്ചിയിലെ അരി ഒന്നിച്ചെടുത്താൽ എത്ര കിലോഗ്രാം ആയി? 10 കിലോഗ്രാം ഓഫ് റൈസ് ഈസ് ഫിൽഡ് ഈക്വലി ഇൻ 8 ബാഗ്. അപ്പോൾ 10/8 വന്നു. ഇഫ് ദ റൈസ് ഇൻ സച്ച് 3 ബാഗ്സ് ആർ ടേക്കൺ ടുഗദർ ഹൗ മെനി കിലോഗ്രാംസ് വുഡ് ബി ദർ? അപ്പോൾ 10 കിലോഗ്രാം ഉണ്ട്, അത് 8 ബാഗുകളിലാക്കി. അപ്പോൾ 10/8 ആണ് ഒരു ബാഗിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 3 ബാഗിൽ ഒരുമിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10/8 ഇൻറ്റു 3 ആണ് വരിക. അല്ലെങ്കിൽ 10/8നെ നമ്മൾ ആദ്യം മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കും, മിശ്ര ഭിന്നത്തിലേക്ക് ആക്കും. ആ നമ്പർ കൊണ്ട് 3 ഇൻറ്റു ചെയ്യാം. നോക്കാം. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ്, അരിയുടെ ആകെ അളവ് എന്ന് പറയുന്നത് എത്ര? 10 കിലോഗ്രാം ആണ്. ആദ്യം അവർ എത്ര ബാഗ്സിലേക്ക് ആക്കുന്നത്? 8 ബാഗുകളിലേക്കാണ് ആക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബാഗ്സ് അല്ലെങ്കിൽ സഞ്ചികളുടെ എണ്ണം എന്ന് മലയാളം മീഡിയം എഴുതി വയ്ക്കുക. ഈച്ച് ബാഗ് ക്വാണ്ടിറ്റി, ഓരോ സഞ്ചിയിലെയും അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 10 കിലോഗ്രാം ടോട്ടല് 8 സഞ്ചികളിലാക്കുന്നു. അപ്പോൾ 10/8. അത് നമുക്കൊന്ന് ചെറുതാക്കാം. 10ഉം 8ഉം ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുക. പോകും. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോകും. 2ൻ്റെ ടേബിളിൽ എത്ര വട്ടാണ് 8 കിട്ടുക? 2ൻ്റെ ഒപ്പം എത്ര ഇൻറ്റു ചെയ്താലാണ് 8 കിട്ടുക? 4. 2 ഇൻറ്റു 4 ആണ് 8. 4 എഴുതി. 10 എത്ര വട്ടം ഇൻറ്റു ചെയ്താലും 2ൻ്റെ ടേബിളിൽ കിട്ടുക? 2 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 10 കിട്ടുക. അപ്പോൾ 5 കിട്ടി. 5/4. ഇനി ഈ 5/4നെ നമ്മൾ എന്ത് വേണം? മിശ്ര ഭിന്നത്തിൽ അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം. എങ്ങനെയാണ്? ഡിവൈഡ് ചെയ്യുക. 5 ഡിവൈഡഡ് ബൈ 4. 1 ഇൻറ്റു 4 4/1. അപ്പോൾ 1/4 ആണ് നമുക്ക് കിട്ടുക അവിടെ ആൻസർ. 1/4 കിലോഗ്രാം ആണ് അപ്പോൾ ഒരു ബാഗിൽ വരുന്നത് കേട്ടോ. ഇനി 3 സഞ്ചിയിൽ എത്രയായിരിക്കും എന്നുള്ളത് കാണാൻ എളുപ്പമാണല്ലോ. നമുക്ക് 5/4 ഇൻറ്റു 3 ചെയ്യാം, അല്ലെങ്കിൽ 1/4 ഇൻറ്റു 3 ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ 1/4 ഇൻറ്റു 3, ആ ഒരു 3 ചെയ്യുമ്പോഴും നമ്മൾ അതിനെ 5/4ലേക്ക് ആക്കിയതിന് ശേഷമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ആൻസർ കണ്ടാലും ഇതിൽ വെച്ച് അവസാനിപ്പിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 5/4നെ ഇങ്ങോട്ട് എടുക്കുകയാണ്. 3 ഇൻറ്റു 5/4. അപ്പോൾ 3 ഇൻറ്റു 5 എത്രയാണ്? 15 ആണ്. 15/4. 15 4ൻ്റെ ടേബിളിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അത് വീണ്ടും മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? മിശ്ര ഭിന്നത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. 15 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 15 പോവില്ല, 16 പോവും. പക്ഷെ അത് കൂടിപ്പോയി. അപ്പോൾ കുറവുള്ളത് നോക്കുമ്പോൾ നമുക്ക് 3 ഇൻറ്റു 4 12 ആണ് കിട്ടുക. ഇവിടെ 3. അപ്പോൾ 3/4 ആണ് നമുക്ക് എന്ത് കിട്ടുക? 3 ബാഗുകളിൽ ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഇൻ ദ ഫിഗർ ഈസ് 27 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 9 ഈക്വൽ പാർട്ട്. ചിത്രത്തിലെ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 27 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അതിനെ ഒരേപോലെയുള്ള 9 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. നിറം കടുപ്പിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഡാർക്കസ്റ്റ് പാർട്ട് ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്.
ഡാർക്കർ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ 5 ഭാഗങ്ങളാണ് വരുന്നത് കേട്ടോ. നിറം കടുപ്പിച്ചിരുന്ന ഭാഗത്തിൻ്റെ പരപ്പളവാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 27 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. 9 ഈക്വൽ പാർട്സ് ആക്കുന്നുണ്ട്, 9 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഈച്ച് പാക്ക്, ഓരോ സഞ്ചി എന്നല്ല, ആ ഒരു ബോക്സിൻ്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഒരു ബോക്സിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 27 ആകുമ്പോൾ 9 ഈക്വൽ പാർട്സ് ഉള്ളതുകൊണ്ട് 27/9. ഇതുവരെ നമ്മൾ ചെയ്ത പോലെ തന്നെ 27/9 ചെയ്യുമ്പോൾ നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 27 ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പോൾ 9ൻ്റെ ടേബിളിൽ 27 3 വട്ടമാണ് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഒരു ബോക്സ് എന്ന് പറയുന്നത് എത്ര? 3 സ്ക്വയർ സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഡാർക്കർ ഭാഗങ്ങളുടെയാണ് ചോദിച്ചിരിക്കുന്നത്. ഡാർക്കർ ഭാഗം എന്ന് പറയുന്നത് അവിടെ എത്ര ഭാഗം വരുന്നുണ്ട്? 5 ഭാഗങ്ങളാണ് വരുന്നത്. അപ്പോൾ 5 × 3 15 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടുക. നിറം കടുപ്പിച്ചിരിക്കുന്നതിൻ്റെ പരപ്പളവ് 5 × 3 15 സ്ക്വയർ സെൻറ്റിമീറ്റർ. എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് വേഗം നമുക്കിത് ചെയ്ത് കഴിയും. ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ഡ്രോ റെക്ടാങ്കിൾസ് ആൻഡ് ഫൈൻഡ് ദീസ് പ്രൊഡക്റ്റ്. ചതുരങ്ങൾ വരച്ച് ഈ ഗുണനഫലങ്ങൾ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, ഇതുവരെ നമ്മൾ ചെയ്ത പോലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ആദ്യം നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് 1/2 × 1/4 ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1/2 ഓഫ് 1/4 1/4 ഭാഗത്തിൻ്റെ 1/2 പോർഷൻ. അതാണ് 1/2 × 1/4 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? 1/4 എന്ന് പറഞ്ഞ പോർഷൻ്റെ അരഭാഗം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ? ആദ്യം 1/4ൻ്റെ 1/2 ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ഇതാണ്, അതിനെ നമ്മൾ 4 ആക്കും. ഇനി ആ 1/4ൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോന്നും 1/4 ആണ്. 1/4 1/4 1/4 1/4. അതിലെ അരഭാഗം. അപ്പോൾ ഒരു 1/4 എടുത്തിട്ട് അതിൻ്റെ അരഭാഗം വരയ്ക്കുക. അതിൻ്റെ അരഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 1/2 1/2 ആയി. 1/4ൻ്റെ അരഭാഗമായി. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അതിൻ്റെ ആൻസറും കൂടി കാണണം. എന്താ കാണേണ്ടത്? 1/2 × 1/4 എന്ന് പറയുന്നത് 1/2 × 4 8 1/8 ആണ്. അതും കൂടി നമ്മൾ സൈഡിൽ എഴുതി വയ്ക്കാം. ഇനി അതുപോലെ ഇവിടെ നോക്കിയേ 1/3 × 1/6 എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് 1/6 1/6ൻ്റെ 1/3 ഭാഗം. അപ്പം നിങ്ങൾ എന്താ വേണ്ടത്? ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, ഒരു ചതുരം വരയ്ക്കുക, അതിനെ ആദ്യം 6 ഭാഗങ്ങളാക്കുക. ഇപ്പോൾ 6 ഭാഗങ്ങളാക്കിയില്ലേ? ഇനി അതിൽ 1/6 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ 1/6, ഇത് 1/6, ഇത് 1/6, ഇതൊക്കെ 1/6. അതിലെ ഒരു ഭാഗത്തിൻ്റെ 1/3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ 1/2 എന്ന് പറഞ്ഞപ്പോൾ 1/4 ഒരു ഭാഗം എടുത്തിട്ട് 2 ഭാഗമാക്കി. ഇവിടെ 1/6 എന്ന് പറഞ്ഞാൽ 6 ഭാഗമാക്കി അതിലൊരു ഭാഗം എടുത്ത് 1/3 ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? 1 2 3 കണ്ടോ? ഇവിടെ നമ്മൾ ഇപ്പോൾ ഇത് നമ്മളെടുത്തു, അതിൽ 3 ഭാഗമാക്കുക. അതിൽ ഓരോന്നും 1/3 1/3 1/3 ആയി. ഓക്കെ, നിങ്ങൾ ഉള്ളിൽ എഴുതി വെക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാലും മതി കേട്ടോ. ഇനി നമ്മളത് ഇൻറ്റു ചെയ്യുക. 1/3 × 1/6 = 1/18. അതിലെ ഓരോ ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/18 1/18 1/18 ആയിരിക്കും. അതുപോലെ ഇതിലെ 1/8 1/8 ആയിരിക്കും. ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 1 മീറ്റർ നീളമുള്ള ചരട് 5 സമഭാഗങ്ങളാക്കി. അതിലൊരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം എത്ര മീറ്ററാണ്? സെൻറ്റിമീറ്ററിൽ പറഞ്ഞാലോ? എ 1 മീറ്റർ ലോങ് സ്ട്രിങ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 ഈക്വൽ പാർട്ട്. അപ്പോൾ ഒരു ലൈൻ വരയ്ക്കുന്നു, അതിനെ നമ്മൾ 5 ഭാഗങ്ങളാക്കി. എന്നിട്ട് ഹൗ ലോങ് ഈസ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട്. അതിൽ ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ പകുതി എത്രയാണ് അത് സെൻറ്റിമീറ്ററിൽ എഴുതാം. നോക്കാം. ആദ്യം നമ്മൾ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, ആ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്ററാണ്. അതിനെ 5 ഈക്വൽ ഭാഗം ആക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് 1 മീറ്ററായി. അതിനെ 5 ഭാഗം നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം 5 ഭാഗമായി. അപ്പോൾ അതിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/5 ആയിരിക്കും. അങ്ങനെയാണല്ലോ, 1 മീറ്ററാണ് ടോട്ടല്. അതിന് 5 ഭാഗമാക്കുമ്പോൾ 1/5 ആണ് ഓരോ ഭാഗങ്ങൾ വരുന്നത്. ഇനി ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോ ഭാഗവും ഉണ്ടല്ലോ, ഇതൊരു ഭാഗമാണല്ലോ, ഇതടുത്ത ഭാഗമാണ്, ഇതടുത്ത ഭാഗമാണ്, ഇതടുത്ത ഭാഗമാണ്, ഇതടുത്ത ഭാഗമാണ്. അപ്പോൾ അതിലെ ഒരു ഭാഗത്തിൻ്റെ
പകുതി എത്രയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്തിൻ്റെ പകുതി കേട്ടോ, ഒരു ഭാഗത്തിൻ്റെ പകുതി എത്രയായിരിക്കും എന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട്, ഓരോ ഭാഗത്തിൻ്റെയും പകുതി. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനൊക്കെ എന്ത് ചെയ്തു, 5 ഭാഗമാക്കി, 1 മീറ്ററിനെ 5 ഭാഗമാക്കിയപ്പോൾ നമുക്ക് 1/5 കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി അതിനെന്താ ചെയ്യുന്നത്, അതിൻ്റെ പകുതിയാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ അര ഭാഗമല്ലേ 1/2, അപ്പോൾ 1/2 ഇൻറ്റു 1/5 ചെയ്യണു. 1/2 ഇൻറ്റു 1/5 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 5 10, 1/10, 1/10 മീറ്റർ എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇനി നമ്മളോട് അത് സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. മീറ്ററിലുള്ളത് സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ഇൻറ്റു 100 ആണ് ചെയ്യുക. ഇനി സെൻറ്റിമീറ്ററിലുള്ളത് മീറ്ററിലേക്ക് ആക്കാനാണെങ്കിൽ നമ്മൾ ഡിവൈഡ് ബൈ 100 ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 1/10 ആണ് കിട്ടിയിരിക്കുന്നത്. അതേ ഇൻറ്റു 100 ചെയ്യുക. എന്തിനാണ്, സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. 1/10 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 1 ഇൻറ്റു 100 100 ആണ്. ബൈ ഈ 10 താഴേക്ക് എടുത്തെഴുതിക്കുക. ഒരു 0 മുകളിലുണ്ട്, ഒരു 0 താഴെയുണ്ട്, രണ്ടും കട്ട് ചെയ്ത് കളയുക. 10/1 എന്ന് പറഞ്ഞാൽ 10 ആണ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക, 100 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 10ൻ്റെ ടേബിളിൽ 100 എത്ര വട്ടം പോവും, 10 വട്ടം. 10 ഇൻറ്റു 10 ആണ് 100, 0 0 0. അപ്പോൾ എത്രയായി, 10 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 10 സെമീ എന്ന് മലയാളം മീഡിയം എഴുതി വയ്ക്കുക. 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 1/10 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/10 ഇൻറ്റു 100. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 1 ലിറ്റർ പാല് ഒരേ വലുപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയുടെ 1/4 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി. എത്ര ലിറ്റർ പാലെടുത്താണ് ചായ ഉണ്ടാക്കിയത്, മില്ലി ലിറ്ററിൽ പറഞ്ഞാലോ. 1 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 2 ബോട്ടിൽ ഓഫ് ഈക്വൽ സൈസ്. A quarter of the milk in 1 bottle was used to make tea. How many liters of milk were used for tea in millimeter? 1 ലിറ്റർ ഓഫ് മിൽക്ക് ഇൻ 2 ബോട്ടിൽ. ആദ്യം 1 ലിറ്റർ പാല് 2 തുല്യ കുപ്പികളിലാക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ലിറ്റർ എത്ര വരും, ഒരു കുപ്പിയിൽ 1 ലിറ്റർ പാലെടുത്ത് 2 കുപ്പിയിലാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ലിറ്റർ. ഒരു ബോട്ടിലാണ് 1/2 ലിറ്റർ കേട്ടോ. ഒന്നിനെ നമ്മൾ ഹാഫാക്കി കൊടുക്കുമ്പോൾ 1/2 ലിറ്റർ തന്നെയാണല്ലോ അല്ലെങ്കിൽ വരിക. പിന്നെ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ എഴുതിയതും അതുപോലെ തന്നെയാണ്. ഇത്ര ടോട്ടൽ ഇത്ര കുപ്പികളിൽ തുല്യമായി ആക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര സഞ്ചികളിലാക്കുമ്പോൾ നമ്മളിങ്ങനെ എഴുതിയത് ടോട്ടൽ ബൈ എത്രയാണോ ആക്കുന്നത് അത്. ഇനി എ ക്വാർട്ടർ ഓഫ് മിൽക്ക് ഇൻ 1 ബോട്ടിൽ, ഒരു കുപ്പിയിൽ ഇപ്പോൾ 1/2 ലിറ്റർ ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ക്വാർട്ടർ എടുക്കുക എന്ന് പറഞ്ഞാൽ 1/4 എടുത്തിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്. ടു മേക്ക് ടീ, ഒരു കുപ്പിയുടെ 1/4 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പാലെടുത്തിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നതാണ് എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ഓഫ് 1/2 എന്ന് പറയും. അരയിൽ 1/4 അല്ലെങ്കിൽ 1/4 ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ 1/4 ഇൻറ്റു 1/2 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും അറിയാം, 1 ഇൻറ്റു 1 1, 4 ഇൻറ്റു 2 8 ആണ്. 1/8 ലിറ്റർ ആണ് നമുക്ക് കിട്ടുക. ഇനി അത് നമുക്ക് എന്ത് വേണം, മില്ലി ലിറ്ററിലേക്ക് എഴുതാൻ അവർ പറഞ്ഞിട്ടുണ്ട്. മില്ലി ലിറ്ററിലേക്ക് എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ലിറ്റർ മില്ലി ലിറ്ററിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ഇൻറ്റു 1000 ചെയ്യുക. ഓക്കെ, അപ്പോൾ മീറ്റർ സെൻറ്റിമീറ്ററിലേക്ക് ആക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 100 കൊണ്ട് ഇൻറ്റു ചെയ്തു. ലിറ്റർ മില്ലി ലിറ്ററിലേക്ക് ആക്കുമ്പോൾ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1/8 ഇൻറ്റു 1000 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 1000/8 ചെയ്ത് നോക്കുക. 1000 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ 10 എടുക്കുക. 10 8ൻ്റെ ടേബിളിൽ പോവോ, 8 പോവും. എത്ര വട്ടം, 1 വട്ടം. പിന്നെ വരുന്നത് 16, 16. അപ്പോൾ 16 എടുക്കാൻ പറ്റില്ല, കാരണം 10നെയൊക്കെ കൂടിപ്പോയി. താഴെയുള്ള നമ്പർ എടുക്കുക. അപ്പോൾ 8 പോവും. 1 ഇൻറ്റു 8 8. 10ന്ന് 8 പോയി കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. ഇനി ആ മുകളിലുള്ള 0 ഇറക്കി എഴുതുക. 20 28ൻ്റെ ടേബിളിൽ ഇല്ല, പക്ഷേ 16 പോവും. അതെത്ര വട്ടം, 2 ഇൻറ്റു 8 16. അപ്പോൾ അതെടുത്ത് ഇറക്കി എഴുതി. ഇനി 20ന്ന് 16 പോയി കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുക, 4 ആണ് കിട്ടുക. അടുത്ത 0 എടുത്ത് ഇറക്കി എഴുതുക. 14. 8ൻ്റെ ടേബിളിൽ 40 പോകുമെന്ന് നോക്കുക. പോവും. എത്ര വട്ടം പോവും, 5 വട്ടം. 5 ഇൻറ്റു 8 14. നമുക്ക് താഴെ 0 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്, 125 മില്ലി ലിറ്റർ ആണ് ആൻസർ കിട്ടുക. ക്ലിയർ ആയില്ലേ? നമ്മൾ ആ ഒരു ലിറ്ററിലുള്ളത് മില്ലി ലിറ്ററിലേക്ക് ആക്കുമ്പോൾ നമ്മൾ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ഒരുപാട് പോർഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തോളൂ. ഈസി ആയിട്ടുള്ള സെക്ഷൻസ് ആയതുകൊണ്ടാണ് നമ്മൾ കാര്യം ഡയറക്റ്റായിട്ട് പറഞ്ഞു പോയേട്ടോ. ഇനി അടുത്ത സെക്ഷൻ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ ചോദിക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തണമെങ്കിൽ അതും പറയുക. നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങളുടെ പോർഷൻസ് എത്രയെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക്